യെസ്, അസ്ക, ശ്രീജിത്ത് പണിക്ക, സമയം കുറച്ച് മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അസ്ക, എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? അല്ല, ഇതില് ശ്രീ നമ്പിനാരായണനോടും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളോടും കേരളീയ പൊതുസമൂഹം മാപ്പ് ചോദിക്കണമെന്ന് തന്നെയാണ്. കാരണം ഞാനടക്കമുള്ള ആളുകൾ അന്ന് വിശ്വസിച്ചിരുന്നത് ഇതൊരു യഥാർത്ഥ വസ്തുത എന്ന നിലയിലാണ്. ശ്രീ കെ കരുണാകരനോട് ചെയ്തിട്ടുള്ള രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്കും അദ്ദേഹത്തിന് മൺമറഞ്ഞു പോയെങ്കിലും അതിൽ പിന്തുടർച്ചക്കാർ ഇനിയെങ്കിലും മാപ്പ് ചോദിക്കണം എന്ന് മാത്രമേ എനിക്ക് കൂടെ പറയാൻ. ശ്രീജിത്ത്, ശ്രേയനിൽ നമ്മൾ ഈ ഒരു കേസ് അന്വേഷിക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ പ്രാഥമികമായിട്ടുള്ള ഡയറക്റ്റ് ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിരുന്ന ആൾക്കാർ മാത്രമല്ലാതെ ഇപ്പൊ IB-യുടെ ഒക്കെ ഭാഗമായിരുന്ന മറ്റു ചില ഓഫീസർമാർ കൂടിയുണ്ട്. അപ്പൊ അവരുടെ ട്രാക്ക് റെക്കോർഡുകൾ കൂടി പ്രധാനമാണ്. അപ്പൊ അതിലൊരു ഉദ്യോഗസ്ഥൻ ശ്രീ RB ശ്രീകുമാറുമായി ബന്ധപ്പെട്ട് ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട് നരേന്ദ്രമോദിക്കെതിരെ അദ്ദേഹം ഏത് രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് നൽകിയിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയാം. ഗുജറാത്ത് കലാപകാരികളായിട്ടുള്ള ആൾക്കാരോട് നമുക്ക് തൽക്കാലം ആക്ഷൻ ഒന്നും എടുക്കേണ്ട, അവർ കുറച്ച് ദിവസം അങ്ങനെ അനുസൃതം അവരുടെ കാര്യങ്ങളൊക്കെ തുടരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വെള്ളപ്പോക്ക് നയവുമായി പോയത് നരേന്ദ്രമോദിയാണ് എന്നും അങ്ങനെ ഒരു മീറ്റിംഗിൽ അദ്ദേഹം പെട്ടെന്ന് ഒരു ആക്ഷൻ എടുക്കേണ്ട എന്നൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് ആദ്യം പറഞ്ഞിരിക്കുന്ന അഫിഡവിറ്റുകളിൽ ഒന്നുമില്ലാതെ 5-മതോ 6-മതോ വന്നിരിക്കുന്ന ഒരു അഫിഡവിറ്റിൽ അതിനെപ്പറ്റി ആരോപിക്കുന്നു. പിന്നീട് അതൊക്കെ തെറ്റാണ് എന്ന് കോടതിയിരിക്കുന്ന ആൾക്കാരൊക്കെയാണ് ഈ RB ശ്രീകുമാറിനെ ആൾക്കാർ. അപ്പൊ അങ്ങനെ ക്രെഡിബിലിറ്റി ഇല്ലാത്ത ആൾക്കാർ, അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ കൂടി ഇതിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് പല ഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ ഉദ്യോഗസ്ഥർക്കെതിരായിട്ടുള്ള നടപടികൾ എന്ന് പറയുന്നത് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജസ്റ്റിഫയബിൾ ആയിരിക്കും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഇതിനപ്പുറത്തേക്ക് ഇവരുടെ പിന്നിൽ ഒരു ചാലക ശക്തിയായിട്ട് നിന്ന, ഇവരെ ഇതിനെല്ലാം പ്രേരിപ്പിച്ച രാഷ്ട്രീയക്കാരൊക്കെയാണ് എന്നുള്ളത് അറിയുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. തീർച്ചയായും സന്തോഷിന്റെ ആവേശം ഞാൻ മനസ്സിലാക്കുന്നു. സന്തോഷം പറയാം. ഒറ്റമിണ്ട്. അപ്പൊ ഞാൻ ഇത് മനസ്സിലാക്കുമ്പോൾ ഈ RB ശ്രീകുമാർ IB ഡെപ്യൂട്ടി ഡയറക്ടർ ആയിരുന്നു, അത് കഴിഞ്ഞ് DGP ആയി. അപ്പൊ ഗോദ്ര കലാപവുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട നരേന്ദ്രമോദിയും അമിത്ഷായും കുറ്റക്കാരാണെന്ന് പറഞ്ഞ ശ്രീകുമാർ, അതിന്റെ പിന്നിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ടതുണ്ട്. അദ്ദേഹം DGP ആയിരിക്കുമ്പോൾ അവിടെ നടന്ന ഈ സംഭവങ്ങൾ അദ്ദേഹം ആർക്കെങ്കിലും വേണ്ടി വളച്ചൊടിച്ച് ഇവരെ കുറ്റവാളിയാക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളൊരു സംശയം നിലനിൽക്കുന്നു. കാരണം ഇദ്ദേഹത്തിന് സമനില തെറ്റിയ ഒരു വ്യക്തിയാണ്. ഇദ്ദേഹം പല സമയങ്ങളിലും ഇദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളും അദ്ദേഹം മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പൊ സമനില തെറ്റിയ ഒരാളായിരുന്നു അന്നോടത്തെ DGP എന്ന് പറയുന്നത് തന്നെ മോശമാണ്. ഞാൻ അദ്ദേഹത്തിനോട് ചർച്ചയിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഗോദ്ര കലാപവും വളച്ചൊടിച്ച് മറ്റു പലരെയും അതിനകത്ത് പ്രതിയാക്കുന്നതിന്റെ പിന്നിൽ RB ശ്രീകുമാറിന്റെ പിന്നിൽ ഏതെങ്കിലും ശക്തികളുണ്ടോ എന്നുകൂടി അന്വേഷിക്കേണ്ടി വരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും ഒന്നിലധികം കേസുകളുണ്ട് RB ശ്രീകുമാറിനെതിരെ. ശിഷ്ടാകാലം അദ്ദേഹം ജയിലിൽ സുഖമായിട്ട് കഴിയും, അങ്ങനെ തന്നെ പ്രത്യാശിക്കാം.